വീഡിയോ വ്യക്തമായി വാച്ച് ചെയ്യാൻ ഫുൾ സ്ക്രീൻ ഉപയോഗിക്കുക. റൗണ്ട് അബൌട്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. മുന്നിൽ പ്രധാന പാത ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ സി. വലതുവശത്തേക്ക് റോഡ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ബി. ഇടതുവശത്തേക്ക് റോഡ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ബി. മുന്നിൽ ക്രോസ് റോഡ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ എ. മുന്നിൽ തെന്നുന്ന വഴുവഴുപ്പുള്ള റോഡ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. മുന്നിൽ ഇടുങ്ങിയ പാലം ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ബി. മുന്നിൽ റോഡ് വീതി കൂടുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ എ. മുന്നിൽ ഇടുങ്ങിയ വഴി ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ സി. നിർബന്ധമായും ഇടത്തേക്ക് തിരിയുക എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. ഇരുദിശയിലും വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. മുന്നിൽ സ്കൂൾ ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ എ. എല്ലാ നിയന്ത്രണങ്ങളും അവസാനിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ബി. നിർബന്ധമായും വലത്തോട്ട് തിരിയുക എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ സി. കെട്ടിവലിക്കുന്ന വാഹനങ്ങൾക്കിടയിൽ അനുവദനീയമായ പരമാവധി അകലം എത്ര? 7 മീറ്റർ, 5 മീറ്റർ,
10 മീറ്റർ 3 മീറ്റർ. ഉത്തരം ഓപ്ഷൻ ബി 5 മീറ്റർ. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല, ഇടത് തിരിവ്, മുന്നിൽ പാലം, ഇടതുവശം സർവീസ് റോഡ്. ഉത്തരം മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇരുവശവും പെട്രോൾ പമ്പ്, ഇരുവശവും പാർക്കിംഗ്, പോലീസ് എയ്ഡ് പോസ്റ്റ്, ഇരുവശവും സർവീസ് റോഡ്. ഉത്തരം ഓപ്ഷൻ ബി ഇരുവശവും പാർക്കിംഗ്. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വലതുവശത്ത് പോലീസ് എയ്ഡ് പോസ്റ്റ്, വലത്തോട്ട് നിർബന്ധമായി തിരിയുക, വലതുവശത്ത് പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു, വലതുവശത്ത് പെട്രോൾ പമ്പ്. ഉത്തരം ഓപ്ഷൻ സി വലതുവശത്ത് പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ആശുപത്രി, വിശ്രമസ്ഥലം, പ്രഥമ ശുശ്രൂഷ പോസ്റ്റ്, ക്ലിനിക്. ഉത്തരം ഓപ്ഷൻ ബി വിശ്രമസ്ഥലം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രഥമ ശുശ്രൂഷ, വിശ്രമസ്ഥലം, ആശുപത്രി, ആംബുലൻസ്. ഉത്തരം ഓപ്ഷൻ എ പ്രഥമ ശുശ്രൂഷ. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? മുന്നിൽ സർവീസ് റോഡ്, മുന്നിലുള്ള പ്രധാന റോഡ്, മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല, മുന്നിൽ പാലം. ഉത്തരം ഓപ്ഷൻ സി മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രഥമ ശുശ്രൂഷ, വിശ്രമസ്ഥലം, ആശുപത്രി, ക്ലിനിക്. ഉത്തരം ഓപ്ഷൻ സി ആശുപത്രി. രണ്ടു ദിശയിലേക്കും വാഹനങ്ങൾ പോകുന്ന റോഡിൽ യൂണിഫോമിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഉചിതമായ റോഡ് അടയാളങ്ങളോ നിർദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഒരു ഡ്രൈവർ തൻ്റെ വാഹനം ഡാഷ് വശത്തുകൂടി വേണം ഓടിക്കാൻ. ഇടത്, വലത്, മധ്യഭാഗം, ഡയഗണൽ. ഉത്തരം ഓപ്ഷൻ എ ഇടത്. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.